വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ട്രിപ്പ് പോകുന്ന ദിവസം. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ 2 വ്ളോഗും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ട്രിപ്പ് പോകുന്ന പാക്കിങ്ങും ക്ലാസ്സിലെ പ്ലാനിങ്ങും ഒക്കെ കണ്ട്. അപ്പോൾ ഫൈനലി ഇന്നാണ് ട്രിപ്പ് പോകുന്ന ദിവസം. ദിസ് ഈസ് അഭിരാമി രാവിലെ വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ സമയം 12 മണി. ഇപ്പം ഞങ്ങളൊരു 12:30 ആകുമ്പോൾ ഇറങ്ങും. ട്രെയിൻ പക്ഷേ 3:30. ഞങ്ങൾ നേരത്തെ ചെന്ന് ഫുഡ് കഴിക്കും, എന്നുവെച്ചാൽ അവിടെ ഇരിക്കുക, റീൽസൊക്കെ എടുക്കാമെന്നാണ് പ്ലാനിങ്. അപ്പോൾ ഞാൻ ബാക്കി എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ 2 പേരും ഇവിടെ ഉണ്ട്. ഇത് റൂമിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ പാത്തുവിൻ്റെ ബാഗ്, ഇത് ശാന്തയുടെ ബാഗ്, അതെൻ്റെ ബാഗ്. വേറെ ഒരെണ്ണം കൊണ്ടുവച്ചു. അല്ല, ഞങ്ങൾ 2 ട്രോളിയൊക്കെ കൊണ്ടുവച്ചു. ഇത് പാത്തു. ഇനിയിപ്പോൾ ഞാൻ ഇത് ഞാൻ എൻ്റെ പുതിയ ബാഗാണ് ഗൈസ്. പുതിയ ബാഗുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ബ്ലാക്ക് ആയിപ്പോയി. അബദ്ധത്തിൽ ബ്ലാക്ക് ആയിപ്പോയതാണ്. ഞാൻ ബ്ലാക്ക് എടുത്ത് ഇപ്പോൾ ശാന്തേനെ കാണിച്ചില്ല. ശാന്ത ഇവിടെ പ്രാർത്ഥിക്കണം, അതാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ശാന്തയും ബ്ലാക്കാണ്, അഭിരാമിയും ബ്ലാക്കാണ്. കണ്ടോ അഭിരാമി അഭിരാമി ഇതാ, ഇത് അഭിരാമിയുടെ ബാഗ്. ശാന്ത പ്രാർത്ഥിക്കണം ഗൈസ്. അപ്പോൾ ഇനിയിപ്പം ഇത് ശാന്ത. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി 12:30 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അപ്പോൾ ഇനി 12:30 ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഈ കുന്തൊക്കെ തൂക്കി ബസ്സിൽ പോകണം ഷൊർണൂർക്ക് പോകാൻ. ഷൊർണൂരിൽ നിന്നാണ് 3:30 ട്രെയിന്. അപ്പോൾ ഇതിൽ കയറി പോയിട്ട് അപ്പോൾ അനുവിൻ്റെ അമ്മ ഫുഡ് കൊടുത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പോൾ 1:30 ആകുമ്പോൾ ഷൊർണൂർ എത്തിയിരിക്കും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് അയച്ച് വേണം. അപ്പോൾ ഞാൻ വഴിയെ നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണും ബാക്കി. അപ്പോൾ നമ്മൾ ഇറങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് ശാന്തൻ്റെ ഇവിടെ വീടൊക്കെ കൂട്ടുന്നു. ഈ അപ്പുറത്ത് തൊട്ട് കൊടുക്കണം. എൻ്റെ നീല ബാഗ്, എൻ്റെ പച്ച ബാഗ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഒരു 12 കാലമായി ഇപ്പോൾ. 12 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാണ് ഗൈസ്. 12 കാലിനാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങാണ് ഗായ്സ്. ഇതിലാണ് നടന്ന് വലിഞ്ഞ് ഇനി ബസ് സ്റ്റോപ്പ് വരെ നടക്കണം. എന്നിട്ട് ബസ് കയറാം. ഇങ്ങനെ കാണിക്കരുത്, ഞാൻ ഇന്നെ കാണിച്ചില്ല. ഞങ്ങൾ ബസ് കയറി ഗൈസ്. കണ്ടേ ശാന്തേ ഒറ്റപ്പാലത്തെത്തി ബസ് കയറി. ശാന്ത നിങ്ങളിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ കയറുന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് കയറി അപ്പം തന്നെ വയ്യാണ്ടേ സത്യം പറഞ്ഞാൽ. ക്ഷീണം വഞ്ഞത് നല്ലൊരു മുന്നേറ്റമായി കാണുന്നു. 10 എല്ലാവരും ബസ്സിൽ കയറുന്നവരൊക്കെ ഞങ്ങളോട് ചോദിക്കുക എങ്ങോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരെത്തി. ഇനി നടന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡ് കഴിക്കുന്നപ്പോൾ കാണാം. ഷൊർണൂരെത്തി. ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കി ആരെങ്കിലും വരണം. ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാവരും വരട്ടെ, വെയിറ്റ് ചെയ്യാം. പുതിയ എൻ്റെ ഉണ്ട്. എൻ്റെ ഉണ്ടടി, എൻ്റെ കൂടി കാണിക്കട്ടെ. അയ്യോ, ഏട്ടൻ്റെ ഗ്ലാസ് കട്ടെടുത്തത്. റൈബാൻ ഗ്ലാസ് അല്ല, കമ്പനി ഇല്ലാത്ത ഗ്ലാസ്. കാണുന്നുണ്ടോ? കാണുന്നില്ല. അനു വന്നു കൈ. അനുവാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്നത്. അനുവിൻ്റെ അമ്മ. അവിടെ അനുവിൻ്റെ അമ്മേനെ കാണിക്കും. ഹായ് ആൻറ്റി. ആൻറ്റിയാണ് ഫുഡൊക്കെ സ്പോൺസർ ചെയ്തത്. നമുക്ക് പെട്ടിക്കെടുത്ത് സഹായിക്കും. വെറുതെ ഇരിക്കുക, തുറക്ക്. ഫുഡ് കഴിക്കാൻ പോകും. അനുവിൻ്റെ അമ്മ തന്നെ ഫുഡ് ആകെ വേറെ പൈസ ഉള്ള ബാഗാണ്. വീട്ടിലേ പോകണം. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. നിവേദ്യ വന്നത് അവിടെ നിന്ന് ഇടാനുള്ള മടിയിൽ ഇവിടുന്ന് ഔട്ട്ഫിറ്റ് ഇട്ട് പോകുന്ന നിവേദ്യ. എന്താ നീ ഇങ്ങോട്ട് വരുന്നില്ലേ തിരിച്ച്? അവിടെ നിൽക്കുക.
ഇതാണ് ഹസ്ബൻഡ്. ആ കേട്ടിട്ടുണ്ട് ഞാൻ കുറെ. ഇല്ല കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് അയച്ചുതരാം യൂട്യൂബിൽ. അല്ല ഒരു ഫോട്ടോ എടുക്കണം. ഇത് പാറോ കിച്ചു, ഇത് ശരണ്യ, ഞാൻ ആലോചിക്കാം, ഇത് ദേവു. അടുത്ത ഹലോ പറയും. എനിക്ക് നേരത്തെ കണ്ടോ എല്ലാവരും സാധനമൊക്കെ വന്നിട്ടുണ്ട്, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയെ ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഗ്രീൻ ഫോറസ്റ്റ് ഗൈസ്, ദൂരെ നിന്ന് ഒരു കണ്ണുവട്ടം വരുന്നുണ്ട്. ഇതല്ലേട്ടാ എവിടെ വരും. ഇതാണ് കോർഡിനേറ്റർ അരുണാണ് ഇതിൻ്റെ ടൂറിൻ്റെ മെയിൻ. ഇതാ കണ്ണുവട്ടൻ ആകാശ്. ഓ ഗെറ്റപ്പ് തന്നെ. അതിലൊരു മിനിറ്റ് സൗരം. ഇതാണ് ഗൈസ് മാലിക്. പിന്നെ ആകാശിന്റെ പെട്ടി എനിക്ക് ഇഷ്ടമായി. പെട്ടി സെറ്റപ്പ് ആകാശം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഇല്ല കേട്ടോ, വ്ളോഗാണ്. മാലിക്കിന്റെ പാരൻസ് ആണ്. ഇതാണ് അരുണിന്റെ അമ്മ. സാന്ദ്ര വന്ന പേര്. മുടിയൊക്കെ എന്തോ ചെയ്തില്ലേ, സ്റ്റൈലായിട്ട് നല്ല രസമുണ്ട്. ഒരു ഹായ് പറയോ വ്ളോഗ. ഞാൻ സുമേഷ് സാറാണ് കോർഡിനേറ്റർ. ഇതാണ് സൗരവിൻ്റെ അമ്മ. ബാസി വന്നത്. ബാസിന് ഉമ്മ ഉമ്മയല്ല വന്നത്. അപ്പോട്ടെ കാണിച്ചു. ഹായ് പറ. എല്ലാം ഞാൻ പിടിക്കണോ? സെബിനൊക്കെ വന്നു, എല്ലാരും വന്നു. ഇതില് ഹായ് പറ. ഹായ് പറ. ഇവിടെ വന്നോ? കണ്ടില്ല. യൂണിഫോം ഇട്ട ഒരാള്. ഞാൻ പാറുവിന്റെ അച്ഛൻ. ഇത് അരുണിന്റെ അച്ഛനമ്മയും, ഇത് പാറുവിന്റെ അമ്മയും അച്ഛനും. അതേതൊരുത്തൻ ജൂനിയേഴ്സ് ഒക്കെ ഇവിടെ. അയ്യോ ഹായ് ഗൈസ്, ഞങ്ങളിങ്ങനെ ബാഗ് പുരട്ടി പോവാണ്. സമയം എല്ലാവരും ഒരുവിധം എല്ലാവരും വന്നു എന്നാ തോന്നണേ. ബാക്കിലൊക്കെ ഉണ്ട് ആൾക്കാർ. എല്ലാവരും വന്നു ഗൈസ്. ഉണ്ട് അതൊക്കെ എടുത്തു. പെട്ടിമ ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ടൈം 3:30 വരെ ട്രെയിൻ. 3:30. ഞാൻ നല്ല എന്താ ബ്യൂട്ടി ആയിട്ട് വന്നതെല്ലാം പോയി. ഡല്ലായിട്ട് എന്തായിട്ട് വയ്യാണ്ടായി. കുറേ നേരം എല്ലാവരും പെട്ടി കൊണ്ട് പെട്ടിയുടെ വില 13,000 രൂപ. എനിക്കറിയില്ല, ഞാനിപ്പോഴാ അറിഞ്ഞേ.
ശാന്തി എന്തുവാ ഞങ്ങൾ പോകുന്നുണ്ട്. ട്രോളി കടി കയറ്റാം. നിങ്ങള് കേറി കഴിഞ്ഞിട്ടില്ലേ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോ ഇവര് ആകാശം കിട്ടിയോ സീറ്റ് ഞാൻ രോഹൻ ക്രിക്കറ്റ് വുമൺ കോർഡിനേറ്റർ അല്ലെ വുമൺ ലേഡി കോർഡിനേറ്റർ ഒന്നും പറയാനില്ല. ഇപ്പൊ ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആവുന്ന വരെ എനിക്ക് തോന്നിയത് കുറച്ച് റഷ് ആയിരിക്കും. ഇവിടെ എല്ലാവരും സെറ്റിലായി, അവിടെ എല്ലാവരും സെറ്റിലായി. ഇനി അവിടെ ഞങ്ങൾ നല്ല പിള്ളേരാണ്. തിരക്കിലാണ് സാറും ഇവിടെ 6 പേരല്ലേ ഉള്ളൂ. 6 പേര് സെറ്റിലായി. സീറ്റ് കിട്ടിയാ ആണോ ഞങ്ങൾ तो जो भी है ഞാൻ വൃത്തിയുള്ള കമ്പാർട്ട്മെന്റാ നിങ്ങളെ പോലെ ബസ്സുണ്ട് ലാസ്റ്റ് ഔട്ടിലൊക്കെ അവിടെ കയറാല്ലേ നിങ്ങളെ ശരിക്കുള്ളൂ ഇവിടെ ഇരുന്നോ അല്ല ഇപ്പൊ എവിടെയെങ്കിലും ഇരിക്കേ പൊട്ടട്ടോ അങ്ങനെ അഭിരാമി വാങ്ങിയിരിക്കുകയാണ് 350 രൂപയ്ക്ക് ബോട്ടിന്റെ 6 മാസം വാറണ്ടിക്ക് ആദ്യമായി എന്തേലും വെക്ക് ചേട്ടാ പാട്ട് കേൾക്കുന്നില്ല. സൗണ്ട് 150 രൂപയുടെ എന്തിനാടാ നീയൊക്കെ ബ്ലാക്ക് ഇട്ടെടുത്തത്? മാലിക്കുണ്ട്. ഓ നിങ്ങൾ ട്വിന്നിങ് ചെയ്താണോ? കയ്യുമ്പോ പിന്നെ ഇട്ടു ഹായ് ഗൈസ്, പിന്നെ ഞാൻ ഗെയിം കളിച്ച് ഫ്ലോപ്പായി, ഭയങ്കര ബഹളായി. സോ ഞങ്ങൾ പാട്ട് പാടുകയാണ്. It
പ്രാണനായുള്ള മുത്തേ സങ്കടങ്ങൾ ഗണപതി പാറിന്റെ അധിപതി കുറച്ചേരം ഉണ്ടായിരിക്കുന്നു അയ്യോ എല്ലാ ബ്ലോഗിലും ഉണ്ടോ അതെ, നമ്മൾ ഏകദേശം 5 മണി അല്ല 4:45 മുതൽ നമ്മൾ കാത്തിരുന്ന ആ 2 വ്യക്തിത്വങ്ങളെ കാണാൻ പോവുകയാണ്. അങ്ങനെ 28 സ്റ്റോപ്പുകൾക്ക് ശേഷം അങ്ങനെയാണ് എന്റെ കോളേജിന്റെ ട്രോഫി ഇല്ലാത്തൊരു കളർ പറ. ഐ മീൻ അൻസുവിന്റെ ഇല്ലാത്തൊരു ബ്ലൂ. അതിന് +4 ഫുഡ് കഴിക്കണം. ഒരു സ്പൂൺ ഉണ്ടോ? ഹായ് ഗൈസ്, ഞങ്ങൾ കടുക്കാൻ പോവാണ്. ഇതാണ് പാത്തു മേലെ. ഇത് അഭിരാമി. അഭിരാമി ഇതിന്റെ മണ്ടയ്ക്ക് പൊതച്ചു കൊടുക്കാൻ നിൽക്കുക. അഭിരാമി ഇവിടെ, പരിവാരങ്ങൾ അപ്പുറത്ത് ഐശു, ഇതിന് ഞാൻ അവിടെ. ഞാൻ സെന്ററിലായോണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ തണുപ്പില്ലായിരിക്കും. ഐശു മണ്ടയ്ക്ക് പോണോ ഇനി? ഇവള് ഇവിടെ തന്നെ. രാവിലെയായി ഞങ്ങളെ കണ്ടിട്ട് വരി വെച്ചു. ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും വയ്യാണ്. സാറ് തീരെ വയ്യാട്ടയോ? വയ്യാണ്ടയോ? ഹലോ ഹലോ ഗായ്സ് എന്നൊക്കെ എന്താന്ന് പോയി ഞങ്ങൾ വെള്ളമല്ല ചായ അടിച്ചു. പിന്നെന്താ ചെയ്തു സാറായിട്ട്. ഇപ്പോഴാണ് എല്ലാരും കാണുന്നത്. എന്നോടാ ഞാൻ പറഞ്ഞേ മര്യാദക്ക് ഗുഡ് മോർണിംഗ് പറ. പിന്നീടാണല്ലോ വെറുതെ ഇങ്ങോട്ട് എണീച്ചാ. അതിൽ ഞങ്ങൾ സ്ഥലം നോക്കുന്ന അടുക്കൊരു ബെഡ് ഉണ്ട്. ഞങ്ങൾ 3 മണിക്ക് ഗോവയിൽ ഇറങ്ങി ഗൈസ്. ഗോവയിൽ പോയി ചായ കുടിച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എടി വേറെ ഫാമിലി ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാധനം അവൻ രാവിലെ വന്ന് നോട്ടിപ്പോയി. രാവിലെ തന്നെ അവിടെ വന്ന് പല്ലൊക്കെ തേച്ചായിരുന്നു. രാവിലെ 6 മണിക്ക് എണീറ്റപ്പോൾ നല്ല രസം. ഹായ് പറഞ്ഞു. ബൈ.
രാജഗിരി അതാണ് ഇതാണ് പെട്ടെന്ന് എനിക്ക് മിസ്സേ രാജഗിരി സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് യൂട്യൂബിൽ വൈറലാവട്ടെ. ടവർ കിടക്കില്ല സ്റ്റോപ്പ് എത്തിയതാ കറക്റ്റ് ഞാൻ എത്തിയിട്ട് നിർത്തിയിട്ട് തണുത്ത് തായും തോന്നുന്നു. അതിന്റെ മേലെ കൊണ്ട് കിടത്തിട്ട് എനിക്ക് തൊണ്ട ഞങ്ങൾ രാവിലെ എണീറ്റുള്ള ഓട്ടപ്പാച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആയിരിക്കും അവിടെ ഇവിടെ സ്റ്റേഷൻ എത്തി ഗൈസ്. ഏതാ സ്റ്റേഷൻ നോക്കാം. ഏതാ സ്റ്റേഷൻ നോക്കട്ടെ. ആ രത്നഗിരി. നേരത്തെ സ്റ്റേഷൻ ചോദിച്ചു. രാജഗിരി കോളേജ് അത് ഇവിടെ വിളിച്ച കോളേജ്. വയ്യാണ്ടാവോ? പുറത്തിറങ്ങി ചായ കുടിക്കും. സമയം എത്രയെന്ന് അറിയോ? സമയം എത്ര? 9 മണി. ലിപ്പ് മാത്രം തുടങ്ങല്ലേ? എവിടുന്ന ചരരാരെന്നാണോ? റെഡി? 1 2 3 4 ചത്തരരാരാ തരരാരീരാ. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, ഇന്നീലമിഴിക്കോടുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമ്മയിൽ എന്നോ ഉണരുമ്പോൾ പാഞ്ഞങ്ങു പോകരുതേ വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ്, നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കൊലുസിന്റെ കാലച്ച് കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം, നിനക്ക് മാത്രമായി. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളമേ പ്രണയിനിയോ, നീലരാവിലെ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമയിയോ, അന്നൊരിക്കലെന്നു കണ്ട നാളിലെന്തേ ഹൃദയം. അതവിടെ ഓർക്കുക. അവിടെ പാടും മാളവിയോടെ. മുത്തേ പൊന്നേ പിണങ്ങലേ, എന്നെ കുറ്റം ചെയ്തു ഞാൻ, പിണങ്ങലേ എന്നെ കുറ്റം ചെയ്തു ഞാൻ, ഇതിനു പെണ്ണേ നിനക്കെന്നു പിണക്കം, നീ എന്റെ കരളല്ലേ, രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകെ, മടിയിൽ പിടി തുറന്നാൽ രാവത്തും വരയ്ക്കും രൂപം
നന്ദനയുടെ അമ്മ നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി തന്ന ഇഡലിയാണ്. ഈ നിമിഷത്തെ ഞങ്ങളൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ഓ സ്പൂണൊക്കെ ഉണ്ടോ? ജനിച്ചപ്പോഴേ കട്ടടെ കൊണ്ടാ തോന്നുന്നു. നിന്റെ അപ്പൊ ഇതാണോ കറക്റ്റ് ചെയ്തതാ? കഴിച്ചായിരുന്നു നിങ്ങള്? പിന്നെ പല്ലേച്ചു ഗൈസ്, കുടിച്ചു ഗൈസ്, അതൊക്കെ കാണിച്ചു, പല്ലിച്ചു. പിന്നെന്താ, ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. പൂരി, ചപ്പാത്തി, ന്യൂട്ടല്ല, പീനട്ട് ബട്ടർ. ഓ മൈ ഗോഡ്, 10 മണിയായിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണി വരെ ഫുഡ്. ഇപ്പൊ എന്തെങ്കിലും ഗെയിം കളിക്കായിരിക്കും, പിന്നെ സ്നാക്സ് കഴിക്കായിരിക്കും. ഫോൺ വരെ കൊണ്ടുപോകത്രേ. ബൈയോ. എടി അൻസു ക്രിസ്റ്റി, ഇത് എന്റെ കയ്യിലാണ്. തലയിലൊക്കെ തൊട്ടേ അനുഗ്രഹിച്ച് ഞാൻ ഫോണിലായിരുന്നു. നീ ഇവിടെ വിളിച്ചേ. അടുത്ത് മറ്റേലിടുന്ന എന്തിനും മോശം. ഇവിടെ എത്തിയില്ല. ഞങ്ങള് തങ്കപ്പെട്ട ബ്ലൂമിന്റെ പെണ്ണുങ്ങളും നിങ്ങൾ ചെയ്യാതെ വിളിച്ചില്ലേ? ക്യാപ്ഷൻ കാണിക്കും. അല്ല ഇത് സാർമാരെ അതാ പറഞ്ഞു. ഞാൻ ഏറ്റവും ദിവസം ഒരുമിച്ച് സാറ് പുഴയാണ്. സാറിന് വെള്ളം കുപ്പി എനിക്ക് മറക്കണം. കൊറേ ചായ കളറുണ്ടല്ലോ വേറെ നിയമം ഉണ്ടാക്കാം. കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി സാർ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നാണെങ്കിൽ സാറതാ എന്തൊട്ടുണ്ട് ശീലാക്കി ജമാനിക്ക് അവന്റെ എനിക്ക് ശീലമോൻ കുഞ്ഞി മട്ടി കഴിഞ്ഞാൽ കിട്ടിയ പോലെ ഇരിക്കും. നമ്മൾ ഇത്രയേ ഉള്ളൂ. അത് തേക്കി പൂജയാക്കാൻ പോവാ. അയ്യോ ഇനി വരാകെ മുക്കണാണ്.
കണ്ടിയില്ലേ ഇവിടെ? അത് അവളെ തട്ടിച്ചത് ഞാനിവിടെ തട്ടിച്ചില്ലേ ഇപ്പൊ? രണ്ടാവണം പക്ഷെ അമരണില്ലാന്ന്. തട്ടി പക്ഷെ അമരണില്ലാന്ന്. എല്ലാവർക്കും പ്രശ്നം മുട്ടിക്ക് തട്ടിക്കൊക്കെ ചെയ്തു. മാറുന്നില്ല. ഞാൻ കിടന്ന് സൗണ്ട് വന്നിട്ട് മാറുന്നില്ല. സൗണ്ട് കേട്ടില്ല. വന്നില്ലേ? ഞാൻ കേട്ടാ സത്യം രണ്ടൊന്നോ ഇതെന്നെ വിജയം. എന്റെ അമ്മേ ഞാൻ അവളെ അടുത്തേക്കൊന്നും ഇല്ല കേട്ടോ. അവള് സീനാ ഇല്ല. അത് വളഞ്ഞു പോണ്ടിട്ട് ഈ 60 പിടിച്ചാ മത്തിട്ട് കൈ നേർക്കണില്ല. ഓയ്യോ ഇത് നേരത്തെ കിട്ടിയ സുമേ സാർ നോക്കിക്കായിരുന്നു. നേരത്തെ എത്ര കിട്ടിയുള്ളൂ? 24 കിട്ടി. 12 അല്ല 1 മണി 1:10. അപ്പൊ നമ്മൾ എവിടെ എത്തി? പനിവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പനിവേൽ അങ്ങനെ തോന്നുന്ന സ്ഥലം എന്തോ ആണ്. പനിവേൽ അങ്ങനെയല്ല. എന്താ സ്ഥലം? എന്റെ കാര്യം അങ്ങനെ കേട്ടോ. സ്ഥലം ഏതാ? എനിക്കറിയാൻ പാടില്ല. എന്താടി സ്ഥലം? പൻവേൽ. പൻവേലാണ് കേട്ടോ സ്ഥലം. ബോംബെ. ഓ ബോംബെ ഇങ്ങനെയായിരുന്നു. മൈ ഗോഡ്. മനുഷ്യൻ വയ്യാണ്ടായി, സത്യത്തിൽ വയ്യാണ്ട്. ക്ഷീണമാണ് ക്ഷീണം. നമുക്ക് ഇപ്പുറത്തെ റൂമിൽ പോയി നോക്കാം ഗൈസ്. ആ ഇവിടെ നല്ല സുഖം. എന്റെ ദൈവമേ. ബാസിയുടെ പുതിയ ദുബായിന്ന് ആന്റി ഇപ്പുറം ഉണ്ട് ആൾക്കാർ. ഇവിടെ ഇത് രസമുണ്ടടാ. ഇത് രസമില്ല ആൾക്കാർ. അത് രസമുണ്ട്. അത് ബാക്കില് ബാക്കില് നിങ്ങൾക്ക് വേണമെങ്കിൽ അതല്ല ഇപ്പുറത്ത് ഇപ്പുറത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് കഴിക്കട്ടോ. അത് പുള്ളിക്കറിയോ? എനിക്ക് എന്തോ പുള്ളിക്കറിയോ? ചോറ് ബാക്കി പുള്ളിക്കറിയല്ല. ഇഷ്ടമായ ഇന്നത്തോട് തീർന്നു. 5 മണിയായി വൈകുന്നേരം. അപ്പൊ ഇന്ന് അപ്പുറത്തെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവരൊക്കെ കുറച്ച് ദൂരെ ഞാൻ പറഞ്ഞു. ജീവിതം അടുത്ത പോലെ കിടക്കുന്നു. ഇവർക്കൊടുത്ത സാധനമോ ഇഷ്ടംപോലെയുണ്ട്. സ്വിഗ്ഗിയും എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ടില്ല. ഇങ്ങനെയാ എല്ലാരും ഗോപികേന്റെ അവളുടെ കൊറേ പട്ടൂരുണ്ടല്ലോ. അല്ല ഇത് എല്ലാവർക്കും കൂടി ചേർത്തിട്ടോ. ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്കും ഓരോന്ന്. അങ്ങനെയല്ല. കറിയുണ്ട്. അന്നൊരു കാര്യം ഇത് കൊട്ട്. ഇത് കൊട്ട്. ഞാൻ കൊട്ട് തരണം. ചപ്പാത്തിക്ക് ലാഭം. വേറെ ഓർഡർ ചെയ്തു. ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത് ഇപ്പൊ എത്തിയേ. കട്ടിക്കോ? 5:30 ആ മതി. ഒരു ഉച്ചക്കത്തെ ഇപ്പോഴാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടൂര സോ ഗുഡ്. കറി സോ എന്താ സ്വപ്നം കിട്ടുമെന്ന് പറയുന്നില്ല. നീ പുറത്തേക്ക് പോകാൻ കണ്ടിട്ടോ? നീ പുറത്തേക്ക് പോരാ?
എല്ലാവരും വരിവരേക്ക് ഇത്ര കുഞ്ഞു ക്ലാസ്സാ. ബാത്തുവിന് സിക്കായിട്ട് സിക്ക് റൂമിലാണ്. ബാത്റൂമിന്റെ അടുത്ത് ബാത്റൂമിന്റെ സൈഡിലാണ് സിക്ക് റൂം. ആകാശ് ഡ്രസ് സോറി കളിയാക്കിയത് പേര് പേരായില്ലേ? ഹൈലൈറ്റോ? ഹൈലൈറ്റ് സമയമൊക്കെ കാണിക്കണ്ടേ? സമയം നോക്കുക. സമയം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാച്ചലൈസ്. ബെബിന്റെ ഓറയിൽ അഞ്ചിപ്പ് മുങ്ങിപ്പോയി. അല്ല ഇത് ഗ്രൂപ്പിലിടറാ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മൂന്നാമത്തെ ദിവസം രാവിലെയാണ്. 9 മണിയായി. ഞങ്ങൾ എണീറ്റിട്ട് ഒരു അരമണിക്കൂറായി. പല്ലൊക്കെ പൊളിച്ച് ബാത്റൂമിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ ഇന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇരിക്കുമായിരിക്കും. എല്ലാവരെയൊക്കെ കാണിച്ചു തരാം. എന്ത് പറയുന്നുണ്ട് ഗൈസ്? മണിയാകുമ്പോൾ നമ്മൾ സ്ഥലത്തെത്തും. എന്നിട്ട് ഫ്രഷ് ആയിട്ട് കാണാൻ പോകും. അപ്പം ബാക്കി സാധനങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കുക. അല്ലാണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല ഒന്നും എടുക്കാൻ. അഭിരാം ഗെറ്റിംഗ് റെഡി വിത്ത് അഭിരാം. ഹായ് ഗൈസ്. എല്ലാവരും രാവിലെ ചപ്പാത്തി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചപ്പാത്തി അവിടെ 10-40 എടുത്തില്ല പ്രശ്നമില്ല. അവിടെ ബ്രെഡ് കൊടുക്കണേ. ഇന്നലെ ആയിരുന്നു പക്ഷെ കേടായിട്ടില്ല. അതുകൊണ്ടോ എല്ലാരും എണീറ്റ് ഗെറ്റിംഗ് റെഡിയാണ്. കുടിച്ച ചായ എല്ലാം എടുക്കുന്നു. സാറ് എല്ലാ സ്റ്റേഷനിലും ചായ കൈമുട്ടിയ ബോഡി ഫോട്ടോ കയ്യിലുണ്ട്. കാണിക്കാൻ പറ്റും. ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ ചായ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ ബ്രെഡ് ആൻഡ് ജാമാണ്. ഹാപ്പി ഡേ അതാണ്. ഇത് കഴിച്ച് അപ്പത്തേക്ക് നമ്മള് ബസ് വരും. ബസ്സിലേക്ക് അരമണിക്കൂർ ട്രാവൽ. എന്നിട്ട് നമ്മള് റൂമിലെത്തും. എന്നിട്ട് നമ്മൾ താജ്മഹൽ കാണും. വിവരിക്കും. നിർത്തിക്കോ നീ. 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡില് ഒരു വണ്ടറാണ് താജ്മഹൽ. അപ്പൊ നമ്മളത് കാണും.
പിന്നെ പിസ്സ ഹട്ടില് 12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അടുത്ത വട്ടറുണ്ട്. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് സാറ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ നിക്കാലാം. മലയാളം അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല. എല്ലാരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഹായ്. ഞാൻ ഈ ജാക്കറ്റാണ് ഇട്ടത്. തണുത്തിട്ട് തണുപ്പൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. അല്ല കുറച്ചല്ല, നല്ലോണം. ആ സത്യം, നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്. വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. കയ്യിലും ഫ്രീസ് ആയിപ്പോ. കയ്യെല്ലാം ഫ്രീസ് ആവുന്ന തണുപ്പ്. അതന്നെയല്ലേ ഫ്രീസ് ഞാൻ പറഞ്ഞത്. നമ്മള് മലയാളത്തിൽ മരവിച്ചിലാണോ? അവള് നന്നായി ഹിന്ദി പറയുന്നു എന്നാണ് മിസ് പറഞ്ഞത്. അവക്കാവാലോ, കേവികൾക്കാവാം. യൂട്യൂബ് ബ്ലോഗർ ശബന, भैया तुम सब्सक्राइब करो. കണ്ടിപ്പാ സബ്സ്ക്രൈബ് കരോ. കണ്ടിപ്പല്ല, പാല് കൊടുത്തിരുന്നെങ്കിൽ പയ്യെ എന്റെ ഇങ്ങോട്ട് മാറും. തും തോടാ മാറി അങ്ങോട്ട് പയ്യെ എടുക്കാൻ. അഭിരാമിയുടെ പെട്ടി എടുത്തു കൊടുത്തു. അടുത്ത സൈഡ് ധന്യവാദ് ബൈ. നിങ്ങളിവിടുത്തെ ഹിന്ദി പഠിച്ചിട്ടേ ബായ് എന്നല്ലേ പറയാ? ധന്യവാദ് ബായും പയ്യൻ തമ്മിൽ എന്താണ്? ഇങ്ങനെ സൈഡ് പോകുമ്പോ അയ്യോ എന്റെ ഗ്ലൗസ് ഒക്കെ പോയേ. നീ ഷോക്സ് ഇട്ടോ? സോക്സ് ബാഗിന്റെ അതൊക്കെ അവള് പറഞ്ഞോളൂ. പെട്ടിക്കായിട്ട് എല്ലാരും നടക്കുന്നുണ്ട്. ബാക്കിലൊരു സൈഡ് ഉണ്ട്. ഈ സാധനം ഇതാ ബാഗ് ഉള്ളി തുറക്കണ്ട, മേളി വെച്ചാൽ താഴെ വന്നു ഭൂമിയിലെത്തിയോ? ഓക്കെ ഞാൻ ഊട്ടാക്കി. എന്താ ഉറങ്ങണത്? വയ്യായിരിക്കും. നീ സീറ്റില്ല, ഓഫ് ചെയ്തോ. എന്ത് പേടിപ്പിക്കുന്നത്? എല്ലാരും എവിടെ വടകര എത്തിയ ഹായ് പറങ്കൾ. യൂട്യൂബിലൊക്കെ വരും കേട്ടോ. ഞങ്ങള് പോവാ, ഇവരും ഡൽഹിക്കാണ്, ഞങ്ങള് പോവാ. ഹായ് മലപ്പുറം. എവിടെ പോവാ? ആണോ? എവിടെ പഠിക്കുന്നത്? അലിഗഡ് യൂണിവേഴ്സിറ്റി. യൂട്യൂബ് ചാനൽ ഞങ്ങൾ പോട്ടെ. ഫേസ് ഒന്ന് കാണിക്കും. യൂട്യൂബ് ചാനൽ ചേട്ടൻ ലിങ്ക് പറയും. ഒരു ചേട്ടൻ ഇവരൊക്കെ പുറത്താക്കി. ഇവരൊക്കെ പുറത്തൊക്കെ, ഞങ്ങളൊക്കെ അകത്തൊക്കെ.